Good afternoon. Good afternoon, ma'am. Good afternoon. ഉണക്ക് കഴിച്ച എല്ലാവരും കഴിച്ചു മിസ്. കഴിച്ചു. എല്ലാവർക്കും ഓക്കെ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം കേട്ടോ. ഇനി ഉണ്ടായിരുന്ന രണ്ടു ദിവസമൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കിയോ? എടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? നിങ്ങള് വായിച്ചു നോക്കണോട്ടാ, അല്ലാന്നുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അല്ലെ? അതിന്റെ ചില സേഫ് പ്രാക്ടീസസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഇത്തരത്തിലുള്ള കംപ്രസ്ഡ് ഗ്യാസുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സേഫ്റ്റി മെഷേഴ്സുകൾ അല്ലെ? സേഫ്റ്റി പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അതൊക്കെ. അതായത് എന്തൊക്കെയായിരുന്നു? യെസ്, ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് അല്ലെ? കണ്ടന്റുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട്. ഓക്കെ സൗമ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം കംപ്രസ്ഡ് ഗ്യാസുകൾ നമ്മൾ അതുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചില സേഫ് പ്രാക്ടീസസ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് ആണ്. ഓക്കെ, ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർത്തെടുക്കണോണ്ടാണ്. ഓർത്തെടുക്കണം. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് അല്ലെ? കണ്ടന്റുകൾ എന്തൊക്കെയാണുള്ളത് തിരിച്ചറിയണം. അതുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി പ്രാക്ടീസസ് നമ്മൾ പറഞ്ഞു. പിന്നെ വന്നത് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ്, അതായത് പ്രവർത്തന സുരക്ഷാ പരിശോധനകൾ. ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് അല്ലെ? അതായത് പ്രവർത്തന സുരക്ഷാ പരിശോധനകൾ. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടറുകൾ, കംപ്രസ്ഡ് ഗ്യാസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തായിരുന്നു ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് അല്ലെ? ഗ്യാസ് സിലിണ്ടറുകൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ റെഗുലേറ്റേഴ്സ്, എന്താണ് റെഗുലേറ്റർ ഓർമ്മയുണ്ടെന്ന് നിങ്ങൾക്ക്? അതായത് ഉയർന്ന മർദ്ദത്തിൽ വാതകത്തിന് സ്വീകരിച്ചിട്ട് അതിന് താഴ്ന്ന പ്രഷറിലേക്ക് മാറ്റുന്ന ഒരു ഉപകരണമാണ് ഇതെന്ന് പറയുന്നത് റെഗുലേറ്റേഴ്സ്. ഓക്കെ, റെഗുലേറ്റർ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റാഫുകൾ PPE കിറ്റ് അല്ലെ? കിറ്റ് അല്ല കേട്ടോ, PPE അല്ലെ? അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കണം. പിന്നെ രണ്ട് സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് സൂപ്പർവൈസറിന്റെ, മറ്റൊന്ന് മാനിഫോൾഡ് ഓപ്പറേറ്റർ. എനിക്ക് തോന്നുന്നു ഞാൻ മാനിഫോൾഡ് ഓപ്പറേറ്റർ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പോയിന്റ് അതിനകത്ത് ഡിസ്കസ് ചെയ്തു. കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ് he will make sure that all the cylinders in the manifold rooms are okay അല്ലെ? ആദ്യം തന്നെ എന്താണ് ഫസ്റ്റ് ടൈം രാവിലെ മോർണിംഗിൽ എന്താണ് അവർ ചെയ്യുക? മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ പറയുന്നത് കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്യും? മാനിഫോൾഡ് റൂംസിനകത്തുള്ള എല്ലാ സിലിണ്ടറുകളും ഓക്കെ ആണോ എന്നുള്ളത് അദ്ദേഹം ചെക്ക് ചെയ്യും പറഞ്ഞതാണ്. രണ്ടാമത്തത് എന്താണ്? he will open the number of cylinders to ensure the correct pressure in the pipelines. നമുക്കറിയാം ഒരു കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാസുകളെല്ലാം തന്നെ പൈപ്പ് ലൈനിലൂടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഒപ്റ്റിമൽ പ്രഷർ അല്ലെ, ഒരു കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര സിലിണ്ടേഴ്സുകളാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്, എത്ര സിലിണ്ടറുകൾ ഓപ്പൺ ചെയ്യണം എന്നുള്ളത് അദ്ദേഹം അതിനനുസരിച്ചുള്ള സിലിണ്ടറുകൾ ഓപ്പൺ ചെയ്ത് വെക്കണം. കാരണം ഒരു കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം കംപ്രസ്ഡ് ഗ്യാസുകൾ നമുക്ക് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ സപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തുറക്കേണ്ട സിലിണ്ടറുകൾ ഉണ്ടായിരിക്കും. എത്ര സിലിണ്ടറുകളാണ് അദ്ദേഹം ഓപ്പൺ ചെയ്ത്. പിന്നെ എന്താണ്? he will be using cylinders from one side of the manifold cylinders back. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡ് ആണ് കേട്ടോ, സൈറ്റ് അല്ല സൈഡ് ആണ്. റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്. ഇപ്പൊ നമ്മള് മാനിഫോൾഡ് സിസ്റ്റം പറഞ്ഞപ്പോ ഓർമ്മയുണ്ടാവും, ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു. അതായത് സാധാരണ രണ്ട് ബാങ്കുകളിലായിട്ട്, ബാങ്ക് എന്ന് വെച്ചാൽ രണ്ട് സിസ്റ്റം ആണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് സിസ്റ്റത്തിലായിട്ടാണ് നമ്മൾ വാതക സിലിണ്ടറുകൾ സൂക്ഷിച്ചു വെക്കുന്നത്.
ഒരെണ്ണം മറ്റൊന്നിന് ബാക്കപ്പ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഒരു ടൈമില് ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഗ്യാസുകൾ മാത്രമേ പൈപ്പ് ലൈനിലൂടെ സപ്ലൈ ചെയ്യുന്നു അല്ലെ. പറഞ്ഞിരുന്നാണല്ലോ, അതേ കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഹി വിൽ ബി യൂസിങ് സിലിണ്ടേഴ്സ് ഫ്രം വൺ സൈഡ് ഓഫ് ദ മാനിഫോൾഡ് സിലിണ്ടേഴ്സ് എന്നാണ്. ഒരു സൈഡിലുണ്ട്, അതിപ്പോ റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ, എന്നാലും ഒരു സൈഡിലുള്ള സിലിണ്ടേഴ്സിൽ നിന്നുള്ള ഗ്യാസുകളായിരിക്കും അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ടാവാം, സപ്ലൈ ചെയ്യുന്നുണ്ടാവാം. അത് ഇറ്റ് മേ ബി റൈറ്റ് സൈഡ് ആവാം ഓർ ലെഫ്റ്റ് സൈഡ് ആവാം. ഓക്കെ, പിന്നെന്താണ്, the cylinders of the other side should be dispatched as soon as all the cylinders of that bank are empty. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സമയം നമ്മൾ ഒരു ബാങ്കിൽ നിന്നുമുള്ള സിസ്റ്റംസിൽ നിന്നാണ് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റത്തിലുള്ള സിലിണ്ടറുകൾ കാലിയായാൽ മാത്രമാണ് മറു സൈഡിൽ നിന്നുള്ള എന്ത് ചെയ്യുന്ന സിലിണ്ടറുകൾ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് അദ്ദേഹം ചെയ്യുന്നത്. അതായത് ഒരു സൈഡിൽ നിന്നുള്ള സിലിണ്ടറുകൾ ഫുള്ളി എംപ്റ്റി ആയതിനു ശേഷം മാത്രമാണ് മറു സൈഡിലുള്ള സിലിണ്ടറുകൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് he will check all cylinders for leakage using soap water mixture. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരിക്കലും ലീക്കേജുകൾ ഒരു നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ച് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ചെക്ക് ചെയ്യാനായിട്ട് പാടില്ല. പകരം എന്ത് ചെയ്യണം, സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മുടെ സിലിണ്ടറുകളുടെ ലീക്കേജുകൾ ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. 1-2 ടേബിൾ സ്പൂൺ ആയിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിഷ് സോപ്പ് എടുക്കുക, അതൊരു ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ കലക്കുക. കലക്കി കഴിഞ്ഞിട്ട് നമുക്ക് ലീക്ക് ഉണ്ട് എന്ന് തോന്നുന്ന ആ സസ്പെക്ടഡ് ഏരിയാസിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബ്രഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സിലിണ്ടർ ഓൺ ചെയ്യാം. അപ്പൊ സിലിണ്ടർ ഓൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ഗ്യാസിനൊരു പ്രഷർ വരികയാണ് അല്ല. പ്രഷറൈസേഷൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, ലീക്കുള്ള ഏരിയയുടെ ഭാഗത്ത് ബബിൾസ് ഫോം ചെയ്യും. ഓക്കെ, ലീക്കുള്ള ഭാഗത്ത് എന്ത് ഫോം ചെയ്യും, ബബിൾസുകൾ ഫോം ചെയ്യും അല്ലെ. സോപ്പ് വാട്ടർ മിക്സ്ചർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങനെ നമുക്ക് അവിടെ ലീക്കേജ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഒരു ഫ്ലെയിം ഉപയോഗിച്ച് ലീക്കേജ് പരിശോധിക്കാനായിട്ട് പാടില്ല. ഇദ്ദേഹം എങ്ങനെയാണത് പരിശോധിക്കുന്നത്, he will check all cylinders for leakage using the soap water mixture. അടുത്തത് എന്താണ്, he will maintain a stock of needed instruments with him in the manifold room. അത് മാത്രമല്ല, മാനിഫോൾഡ് റൂമിൽ അത്യാവശ്യം വേണ്ട ഒരു ഇൻസ്ട്രുമെന്റ്സ്, ആവശ്യം വേണ്ട ഇൻസ്ട്രുമെന്റുകളുടെ സ്റ്റോക്കുകൾ അദ്ദേഹം എന്ത് ചെയ്യും, സൂക്ഷിച്ചിരിക്കും അല്ലെ. നമുക്കറിയാം ഒരു മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടുത്തെ സീറ്ററുകൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പാനൽസ് ഉണ്ട്, മോണിറ്റേഴ്സ് ഉണ്ട്, അലാം സിസ്റ്റംസ് ഉണ്ട്, ഇതെല്ലാം അടങ്ങുന്നതാണ് മാനിഫോൾഡ് സിസ്റ്റം അല്ലെ. അപ്പൊ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അത്യാവശ്യം വേണ്ട ഇൻസ്ട്രുമെന്റ്സുകൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് മാനിഫോൾഡ് റൂമില് ആവശ്യം വേണ്ട ഇൻസ്ട്രുമെന്റ്സുകൾ ആര് കീപ്പ് ചെയ്യും, ഈ പറയുന്ന മാനിഫോൾഡ് ഓപ്പറേറ്റർ കീപ്പ് ചെയ്യും. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ആഫ്റ്റർ ചെക്കിംഗ് ദ മെനി റൂം he has to take a round of the hospital to see all the outlets by him and to find out its exact functioning from staff appointed there. എന്താണ് പറയുന്നത്, അദ്ദേഹം അങ്ങനെ ഈ പറയുന്ന റൂമുകളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്, he has to take a round of the hospital. ഹോസ്പിറ്റൽ ഒന്ന് റൗണ്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, എല്ലാ ഔട്ട്ലെറ്റ്സുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഔട്ട്ലെറ്റുകൾ വഴിയായിട്ടാണ് ഗ്യാസിന് സപ്ലൈ മറ്റും നടക്കുന്നത് അല്ലെ. അപ്പൊ എല്ലാ ഔട്ട്ലെറ്റുകളും കാണാനും അതുപോലെ തന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഈ പറയുന്ന ഔട്ട്ലെറ്റ്സും മറ്റുമൊക്കെ എന്താ പറയാ ചെക്ക് ചെയ്യാനുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ അത്തരം സ്റ്റാഫുകളിൽ നിന്ന് അവിടുത്തെ ഫങ്ഷൻസുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മാനിഫോൾഡ് ഓപ്പറേറ്റർ എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒന്ന് ഹോസ്പിറ്റലിൽ റൗണ്ട് ചെയ്യാണ്. എല്ലാ ഭാഗത്തും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഇൻസ്പെക്ഷൻ ഉണ്ട്. അതാണ് പറഞ്ഞത് കേട്ടോ. എല്ലാ മാനിഫോൾഡ് സിസ്റ്റംസും മാനിഫോൾഡ് എല്ലാ ഔട്ട്ലെറ്റ്സുകൾ കാണാനും അവിടെ അപ്പോയിന്റ് ചെയ്ത സ്റ്റാഫുകൾ വഴിയായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ഓക്കെയാണ്. കാര്യം ഓരോ സ്റ്റാഫുകൾ ഉണ്ടാവും, ഓരോരോ ഏരിയകൾ കൺട്രോൾ ചെയ്യാനും അവിടുത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും. അത്തരം സ്റ്റാഫുകളിൽ നിന്ന് അവിടുത്തെ ഫംഗ്ഷനിങ് കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മാനിഫോൾഡ് ഓപ്പറേറ്റർ അദ്ദേഹം ഹോസ്പിറ്റല് റൗണ്ട് ചെയ്യും. ഓക്കെ, അതാണ് കേട്ടോ പോയിന്റ്. ആഫ്റ്റർ ചെക്കിംഗ് ദ മെനി റൂം he has to take a round of the hospital to see all the outlets by him and to find out its exact functioning from the staff appointed there.
അടുത്തത് he will repair or arrange to repair any deficiency in the outlets or in the pipeline that includes main manifold room. അല്ലെ, ഈ പറയുന്ന മെയിൻ മാനിഫോൾഡ് റൂമിൽ ഉൾപ്പെടുന്ന പൈപ്പ് ലൈൻ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഔട്ട്ലെറ്റ്സിനോ എന്തെങ്കിലും ഡെഫിഷ്യൻസി, എന്തെങ്കിലും തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? അത് റിപ്പയർ ചെയ്യും. അല്ലെ, റിപ്പയർ ചെയ്യുന്നതിനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും അദ്ദേഹം ചെയ്യണം. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, he will place order for refilling of the cylinders in consultation with the authorized officer. അത് മാത്രമല്ല, ഒരു അധികാരപ്പെട്ട ഓതറൈസ്ഡ് ഓഫീസറുമായിട്ട് കൂടിയാലോചിച്ച ശേഷം അദ്ദേഹം എന്ത് ചെയ്യും? റീഫിൽ ചെയ്യേണ്ട സിലിണ്ടറുകൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു ഒരിക്കലും ഒരു ലോങ് ടേമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, സിലിണ്ടറുകൾ സ്റ്റോർ ചെയ്യുന്നില്ല. അല്ലെ, അതായത് ആ ഒരു ഷോർട്ട് ടേം നീഡ്സിന് ആവശ്യത്തിന് അളവിലുള്ള ഗ്യാസുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മാനിഫോൾഡ് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് ഓതറൈസ്ഡ് ഓഫീസറുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അദ്ദേഹം റീഫിൽ ചെയ്യേണ്ട സിലിണ്ടറുകൾ എന്ത് ചെയ്യാണ്, അതിനുവേണ്ട ഓർഡർ അദ്ദേഹം കൊടുക്കും. ആര് കൊടുക്കും? മാനിഫോൾഡ് ഓപ്പറേറ്റർ കൂടി, അല്ല, മാനിഫോൾഡ് ഓപ്പറേറ്റർ കൊടുക്കും. ആരുടെ അടുത്ത് ആലോചിച്ചിട്ടാണ്? ഓതറൈസ്ഡ് ഓഫീസറുമായിട്ട് ആലോചിച്ചത്. ഓക്കെ, അടുത്തതാണ്, he will also look after of the nitrous cylinders in the operation theaters if there is no central supply of this gas. നമുക്കറിയാം അല്ലെ, നൈട്രസ് ഓക്സൈഡ് നമ്മൾ പഠിച്ചതാണ്, ലാഫിംഗ് ഗ്യാസ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ട് പൊതുവെ എവിടെ ഉപയോഗിക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്, അനസ്തെറ്റിക് അനാൽജസിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ്. സ്വാഭാവികമായിട്ട് അത് എവിടെയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക? ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തില് ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ ഒരു ഗ്യാസിന്റെ, നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസിന്റെ സെൻട്രൽ സപ്ലൈ ഇല്ലാന്നുണ്ടെങ്കിൽ, സെൻട്രൽ സപ്ലൈ ഇല്ലാന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ട് സപ്ലൈ ഇല്ലാന്നല്ല, ചിലപ്പോൾ സിലിണ്ടറുകൾ മുഖേന നൈട്രസ് ഓക്സൈഡ് ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ സെൻട്രൽ സപ്ലൈ ഇല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഒരു നൈട്രസ് ഓക്സൈഡ് സിലിണ്ടറുകളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ആരായിരിക്കും? ഒരു മാനിഫോൾഡ് ഓപ്പറേറ്റർ ആയിരിക്കും. മനസ്സിലായോ? സെൻട്രൽ സപ്ലൈ ഇല്ലാന്നുള്ളൂ, ചിലപ്പോൾ ഈ ഒരു വാതകം അവർ സിലിണ്ടറിലാക്കിയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ റൂമിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ രീതിയിൽ നമുക്ക് പേഷ്യന്റ് കൊടുക്കാം മെഡിക്കൽ ഗ്യാസ്. അപ്പൊ ആ നൈട്രസ് സിലിണ്ടറുകളുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കും. അതുപോലെ തന്നെ he will also make sure that the supply of oxygen in other areas without central pipeline. അതുപോലെ ഇത്തരം സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ലാത്ത മറ്റു പല ഏരിയകളിലും ഓക്സിജന്റെ സപ്ലൈ ഉറപ്പാക്കുന്നതും അത് തന്നെയായിരിക്കും മാനിഫോൾഡ് ഓപ്പറേറ്റർ ആയിരിക്കും. അദ്ദേഹത്തിന് പറയുമ്പോൾ he will also make sure that the supply of oxygen in other areas become central pipe. Okay, central pipeline ഇല്ലാത്ത മറ്റുള്ള ഏരിയകളിലും ഓക്സിജന്റെ സപ്ലൈ ഉറപ്പാക്കുന്നതും ആര് തന്നെയായിരിക്കും? ഒരു മാനിഫോൾഡ് ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റ് ഇതാണ്, he will also help OT technician in the maintenance of the boils machine. ഓക്കെ, എന്താണ് OT? OT എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ. ഇവിടെ എന്താണ് പറയുന്നത്? ബോയിൽസ് മെഷീനുകളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ബോയിൽസ് മെഷീൻ എന്ന് പറഞ്ഞാല്? ബോയിൽസ് മെഷീൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അനസ്തേഷ്യ മെഷീൻ തന്നെയാണ് കേട്ടോ. അനസ്തേഷ്യ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയിൽസ് മെഷീൻ എന്ന് പറയുന്നത്. സെയിം ആണ് കേട്ടോ. അതായത് ബോയിൽസ് മെഷീൻ തന്നെയാണ് അനസ്തേഷ്യ മെഷീൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അനസ്തെറ്റിക് ഗ്യാസുകൾ പേഷ്യൻസിന് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു ഗ്യാസിന്റെ അളവ് കൺട്രോൾ ചെയ്ത് അതിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് അതിന്റെ പ്രഷർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ്, ഒരു ഡിവൈസ് ആണ് ബോയിൽസ് മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നതാണ്. അനസ്തേഷ്യ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന അനസ്തേഷ്യ മെഷീനെ തന്നെയാണ് നമ്മൾ ബോയിൽസ് മെഷീൻ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബോയിൽസ് മെഷീൻ എന്ന് പറഞ്ഞത് അനസ്തേഷ്യ മെഷീൻ തന്നെയാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഓപ്പറേഷൻ ഈ പറയുന്ന ടെക്നീഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതും ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അടുത്തത് ആൾട്ടറിംഗ് ദ വാർഡ്സ് സിലിണ്ടർ ഇസ് ആൾസോ ഹിസ് ഡ്യൂട്ടി. അത് മാത്രമല്ല വാർഡുകളില് ഈ സിലിണ്ടറുകൾ ചേഞ്ച് ചെയ്യുന്നതും ആരുടെ ഡ്യൂട്ടി തന്നെയാണ്? മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ
ഡ്യൂട്ടിയാണ് കേട്ടോ. ആൾട്ടറിംഗ് ദ വാട്സ് സിലിണ്ടർ ഈസ് ആൾസോ ഹിസ് ഡ്യൂട്ടി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്. ഓൾ ദ മേജർ പ്രോഗ്രാംസ് ആർ ടു ബി ബ്രോട്ട് ടു ദ അഡ്മിനിസ്ട്രേറ്റീവ്സ് സൂൺ. അതായത് ഈ ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാന പ്രശ്നങ്ങളും വളരെ വേഗത്തിൽ തന്നെ ആരെ അറിയിച്ചിരിക്കണം? അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അറിയിച്ചിരിക്കണം, അല്ലെ? അധികാരികളെ എത്രയും പെട്ടെന്ന് അറിയിച്ചിരിക്കണം. അതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ ഇത്രയും പോകുന്നത്? എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം തന്നെ അദ്ദേഹം മോർണിംഗിൽ വരുന്നു, മാനിഫോൾഡ് ബോക്സിലുള്ള എല്ലാ സിലിണ്ടറുകളും ഓക്കെ ആണെന്നുള്ളത് അദ്ദേഹം ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം ആ ഒരു പൈപ്പ് ലൈനിൽ ഒരു കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിലിണ്ടറുകൾ അദ്ദേഹം ഓപ്പൺ ചെയ്ത് വെക്കുന്നു. പിന്നെ ഒരു സമയം അദ്ദേഹം ഒരു സിസ്റ്റത്തിലുള്ള, അതായത് ഒരു ബാങ്ക് ഒരു സിസ്റ്റത്തിലുള്ള സിലിണ്ടറുകളാണ് അദ്ദേഹം മേ ബി റൈറ്റ് സൈഡിലുള്ളതാകും, ലെഫ്റ്റ് സൈഡിൽ ആകും, വട്ടവർ മേ ബി പ്രശ്നമല്ല. പക്ഷെ ഒരു സൈഡിലുള്ള ഒരു സിസ്റ്റത്തിലുള്ള സിലിണ്ടറുകളിൽ നിന്നുള്ള ആ ഒരു എന്താ പറയാ ഗ്യാസ് സപ്ലൈ ആയിരിക്കും അദ്ദേഹം ചെയ്യുന്നുണ്ടാവാം. ഇനി ആ ഒരു സൈഡിലുള്ള സിലിണ്ടറുകൾ എംപ്റ്റി ആയാൽ, അതായത് കാലിയായാൽ മാത്രമേ മറു സൈഡിലുള്ള സിലിണ്ടറുകൾ ഡിസ്പാച്ച് ചെയ്യുള്ളൂ. പിന്നെ ഈ പറയുന്ന ലീക്കേജ് പ്രോബ്ലംസ് കണ്ടെത്തുന്നതിനായിട്ട് അദ്ദേഹം സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിക്കുന്നത്, അല്ലെ? സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിച്ച് അദ്ദേഹം ലീക്കേജുകൾ ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ മാനിഫോൾഡ് ആവശ്യം വേണ്ട എല്ലാ ഇൻസ്ട്രുമെന്റുകളും അദ്ദേഹം കീപ്പ് ചെയ്യുന്നു. പിന്നെ എല്ലാ ഔട്ട്ലെറ്റ്സുകളും കാണാനും അവിടെ നിയമിച്ച സ്റ്റാഫുകളിൽ നിന്ന് അതൊക്കെ പ്രത്യേക പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ്? ഹോസ്പിറ്റലിൽ നിന്ന് നോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്പെക്ഷന്റെ സമയത്ത് ഏതെങ്കിലും ഒരു പൈപ്പ് ലൈൻ സിസ്റ്റത്തിലോ ഔട്ട്ലെറ്റ്സിലോ തകരാറ് ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ ഓതറൈസ്ഡ് ഓഫീസറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് റീഫിൽ ചെയ്യേണ്ട സിലിണ്ടറുകൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സെൻട്രൽ സപ്ലൈ ഇല്ലാത്ത ഏരിയകളിൽ ഓക്സിജൻ ഗ്യാസിന്റെ സപ്ലൈ, അതുപോലെ മറ്റ് മെഡിക്കൽ വാതകങ്ങൾക്ക് നൈട്രസ് ഗ്യാസ് എന്നൊക്കെ പറയുന്നത് മെഡിക്കൽ വാതകങ്ങളുടെ സപ്ലൈ ഉറപ്പാക്കുന്നതും ഒരു മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. വോയിസ് മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വോയിസ് മെഷീൻ എന്ന് വെച്ചാൽ അനസ്തേഷ്യ മെഷീൻ തന്നെയാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനെ സഹായിക്കാം. അതുപോലെ വാർഡുകളിലുള്ള സിലിണ്ടറുകൾ ചേഞ്ച് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഗ്യാസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാന പ്രശ്നങ്ങളും അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ എത്രയും പെട്ടെന്ന് അറിയിക്കുക എന്നുള്ളതും ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? എന്തെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ അവസാനിക്കാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ പഠിച്ചു വന്നപ്പോ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യത്തെ തുടക്കത്തെ 2-3 പേജുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. മെഡിക്കൽ ഗ്യാസ് എന്താണെന്നും മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ 7 മെഡിക്കൽ ഗ്യാസുകൾ പഠിച്ചിരുന്നു. ഓരോ മെഡിക്കൽ ഗ്യാസും എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു തന്നെ വെക്കണം. മെഡിക്കൽ എയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതൊരു കംപ്രസ്ഡ് എയർ ആണ്. അതുപോലെ ഓക്സിജൻ ആണെങ്കിൽ റീസസിറ്റേഷനും ലൈഫ് സപ്പോർട്ടിനും ഉപയോഗിക്കുന്നു, അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു, അല്ലെ? പിന്നെ നൈട്രജൻ, ലിക്വിഡ് നൈട്രജൻ ആണെങ്കിൽ ക്രയോജനിക് ഏജന്റ് ആയിട്ടും മറ്റു പല പോയിന്റ്സുകൾ നമ്മൾ അതിനകത്ത് പറഞ്ഞു. നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ആയിട്ട് പറഞ്ഞത്. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തെറ്റിക് ആയിട്ടും അനാൽജസിക് ആയിട്ടും ഉപയോഗിക്കുന്നു. പിന്നെ നാർക്കോട്ടിന്റെ ഉപയോഗം എന്താണ്? പേഷ്യന്റിന്റെ ട്രെയിനിങ്, കക്ഷൻ, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് അതിന്റെ എന്താ പറയാ പർപ്പസ് വരുന്നത്. അങ്ങനെ ഓരോന്നും പഠിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ 6 കമ്പോണന്റിന് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അത് ഓരോന്നും ശ്രദ്ധിക്കണം. അതുപോലെ എന്താ പറയുക, കളർ കോഡ് കേട്ടോ. മെഡിക്കൽ ഗ്യാസുകൾ ISO സ്റ്റാൻഡേർഡ് പ്രകാരം ഏത് കളർ കോഡാണ് തിരിച്ചു മറിച്ചിട്ടുണ്ടോ ചോദിക്കാം കേട്ടോ. ഗ്യാസ് തന്നിട്ട് ഏതാണ് കളർ കോഡ് ചോദിക്കാം. ഈ കളർ കോഡ് തന്നിട്ട് ഏത് ഗ്യാസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നും ചോദിക്കാം. ആ രണ്ടും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചു വരും. പിന്നെ ഉള്ളത് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ കംപ്രസ്ഡ് ഗ്യാസ് ഹാൻഡിൽ ചെയ്യേണ്ട സേഫ്റ്റി മെഷേഴ്സുകൾ എന്തൊക്കെയാണ്, ഈ പറയുന്ന സൂപ്പർവൈസറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ഒരു സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ പെടാത്തത് ഏതാണ്. അപ്പൊ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തൊക്കെ തരും. മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ സൂപ്പർവൈസറുടെ എല്ലാം കൂടി ഷഫിൾ ചെയ്തിട്ട് ഔട്ടല്ല. അപ്പൊ കൃത്യമായിട്ട് സൂപ്പർവൈസറുടെ ഡ്യൂട്ടി എന്താണെന്ന് മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഡ്യൂട്ടി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും.
ക്ലിയർ ആണല്ലോ? പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ചാപ്റ്റർ, പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങാൻ പോവാണ്. ചാപ്റ്ററിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചാപ്റ്റർ നമ്പർ 10, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ചാപ്റ്ററിന്റെ പേര് നോക്കുക, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എനിക്ക് തോന്നുന്നു 51ാമത്തെ ചാപ്റ്റർ ആണ്. 51 ആണ് കേട്ടോ. എല്ലാവരും എടുത്തു വെച്ചോളൂ. 51ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ചാപ്റ്റർ വന്നിട്ട് 4ാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് തോന്നുന്നു കേട്ടോ. അവസാനത്തെ ചാപ്റ്റർ ആണ് എനിക്കറിയില്ല. 4ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, 51 കേട്ടോ. എന്ന് പറയാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഇതിന്റെ ചെറിയൊരു മിനിയേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴാ? ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള വാക്കിന്റെ തന്നെ ഒറിജിനേഷൻ എവിടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ബേസിക് സ്കില്ലുകൾ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വേറൊരു ചാപ്റ്റർ കൂടെ പഠിക്കാനുണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് നോൺ ക്ലിനിക്കൽ ജോബ്സുകൾ, പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ റോളുകൾ. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പദവി വഹിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, റോള്, അതൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറിയുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, അവരുടെ റോൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് പഠിക്കാനുണ്ട്. അതുപോലെ പേഷ്യന്റ് കൗൺസിലർ കേട്ടോ, പേഷ്യന്റ് കൗൺസിലറിന്റെ റോൾ എന്താണ്, എന്തൊക്കെ ഫങ്ഷൻസുകളാണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ളത്. പിന്നെ ഈ പറയുന്ന ഇതൊക്കെ നോൺ ക്ലിനിക്കൽ ജോബ്സ് ആണ് അല്ലെ, ക്ലിനിക്കൽ അല്ലാത്ത ജോബുകളാണ്. അപ്പൊ അതിന് വേണ്ട ബേസിക് സ്കില്ലുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇത് പക്ക ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഭയങ്കര തിയററ്റിക്കൽ ചാപ്റ്റർ ആണ് കേട്ടോ. ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കത് പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. കാര്യം നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാരൊക്കെ അല്ലെ. അപ്പൊ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനായിട്ട് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ ഇതിൽ ആവശ്യം വരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഈ പല സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൾറെഡി സ്കില്ലുള്ള ആൾക്കാരാണ് കുറച്ചും കൂടെ അത് ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്കിപ്പോ നോക്കാം. നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ necessary for a multitude of departments in a hospital or healthcare sector. These administrative roles could see you working in different departments in a hospital. അതായത് നമ്മൾ എല്ലാ ഒരുപാട് ക്ലിനിക്കൽ ജോബുകൾ നമ്മൾ കണ്ടു. ഡോക്ടർ, നഴ്സ്, മറ്റ് മെഡിക്കൽ ജീവനക്കാരൊക്കെ ക്ലിനിക്കൽ ജോബ്സ് ആണ്. നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ്സുകൾ നമുക്ക് ഹോസ്പിറ്റലിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്യാവശ്യമായിട്ടുള്ളത് അല്ലെ. ഓക്കെ, നമ്മൾ പറഞ്ഞാണ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നുണ്ട് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം പഠിക്കുന്നത്. അതിലെന്താണ്? ക്ലിനിക്കൽ ഇതര ജോലികളാണ് അല്ലെ, നോൺ ക്ലിനിക്കൽ ജോബ്സുകളാണ്. അത് ഹോസ്പിറ്റലിലെ എല്ലാ വകുപ്പുകളിലും അത്യാവശ്യമുള്ളൊരു സേവനമാണ് അല്ലെ. അപ്പൊ ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ ഈ പറയുന്ന നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറുകയും പല മേഖലകളില്, പല ഫീൽഡുകളിലും നമുക്ക് ഇത്തരം റോളുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിലൊരാളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്ന ഈ കോഴ്സ് അല്ലെ, നിങ്ങളാവാൻ പോകുന്നതാണ്. അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കൃത്യം പോയിന്റ് അല്ലെങ്കിലും കുറെ നമ്മളിങ്ങനെ സെന്റൻസിൽ വായിച്ചു പോയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ, പ്ലാനിങ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, പോളിസി പ്രൊസീജിയറുകൾ, അതൊക്കെ നമ്മൾ ഇങ്ങനെ സെന്റൻസിൽ പാരഗ്രാഫിൽ വായിച്ചു പോയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കുറച്ചും കൂടെ പോയിന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, 10 പോയിന്റുകളാണ് അതിനകത്തുള്ളത്. ഒന്നാമത്തത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? സ്ട്രാറ്റജിക് പ്ലാനിങ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് വന്നിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, പറയുന്നത് തന്നെ മനസ്സിലേക്ക് കയറ്റാം കേട്ടോ. എന്തൊക്കെയാണ്? ഒന്ന് സ്ട്രാറ്റജിക് പ്ലാനിങ്, രണ്ടാമത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മൂന്നാമത്തെ എന്താണ്? പോളിസി ഡെവലപ്മെന്റ് ആൻഡ്
ഇംപ്ലിമെന്റേഷൻ. അതാണ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ അല്ലെ. തീർച്ചയായിട്ടും നമുക്ക് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള പല പോളിസികൾ, പല പ്രോട്ടോകോൾസുകൾ, പ്രൊസീജിയറുകളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല നല്ല പ്രോട്ടോകോൾ, നല്ല പോളിസികൾ അത് ഡെവലപ്പ് ചെയ്താൽ മാത്രം മതിയോ പോകാം. അത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കണം. അതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ എന്തൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, HR മാനേജ്മെന്റ്. ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ നമ്മൾ നിയമിക്കുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, തൊഴിൽ ജീവനക്കാരുമായിട്ട് നല്ലൊരു എന്താ പറയുക റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പിന്നെ എന്താണ് അഞ്ചാമത്തെ പോയിന്റ്? ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് അല്ലെ. ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് അല്ലെ. ഈ പറയുന്ന ഹോസ്പിറ്റലിലെ ഫെസിലിറ്റികൾ, മീൻസ് അത് ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്, ഒത്തിരി അല്ലെ, അങ്ങനെയുള്ളതും അതുപോലെ എക്യുപ്മെന്റ്സുകൾ, അവയുടെയൊക്കെ മാനേജ്മെന്റ്. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. ക്വാളിറ്റി അഷ്വർ ചെയ്യുക. ക്വാളിറ്റി അഷ്വറൻസ് MBBH എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റ് പഠിക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ക്വാളിറ്റി അഷ്വറൻസും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ്? കമ്മ്യൂണിറ്റി റിലേഷൻ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയിലാണ് അല്ലെ. ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് എന്ത് വേണം? നല്ലൊരു റിലേഷൻസ് വേണം. അതിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നമ്മൾ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ. പിന്നെ എന്താണ്? റിസ്ക് മാനേജ്മെന്റ് അല്ലെ. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവുന്ന പല റിസ്കുകൾ എന്ത് വേണമെങ്കിലാവും. സ്റ്റാഫുകൾ മുഖേന വരുന്ന റിസ്കുകളാവാം, പേഷ്യന്റിൽ നിന്ന് വരുന്ന റിസ്കുകളാവും, അല്ലെങ്കിൽ പുറത്ത് പബ്ലിക്കിൽ നിന്ന് വരുന്ന റിസ്ക് വേണമെങ്കിലും ആവാം അല്ലെ. അത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാം. പിന്നെന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് അല്ലെ. അവിടുത്തെ മെയിൻ ഇൻഫർമേഷൻ ആരുടെയാണ്? പേഷ്യൻസിന്റെ അല്ലെ. ഇപ്പൊ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസിന്റെ മാനേജ്മെന്റ്. ലാസ്റ്റ് വൺ എന്താണ്? കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അല്ലെ, എല്ലാവരുമായിട്ട് സഹകരിച്ച് വളരെ നല്ലൊരു എന്താ പറയുക ലീഡർഷിപ്പ് അല്ലെ, നല്ലൊരു നേതൃത്വ പടത്തോടു കൂടി പ്രവർത്തിക്കുക. അതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. 10 പോയിന്റുകൾ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. 10ഉം ക്ലിയർ ആയി തന്നെ വെക്കുക. ഇനി നമുക്ക് പലരുടെയും പഠിക്കാനുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മളോട് മാറിപ്പോകരുത് കേട്ടോ. എന്തൊക്കെയാണ്? സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പിന്നെ പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, കമ്മ്യൂണിറ്റി റിലേഷൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആൻഡ് കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ക്ലിയർ ആയോ? ഈ ഓരോ പോയിന്റും വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സ്ട്രാറ്റജി ശരിക്കും സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ എന്നാണ് അല്ലെ. തന്ത്രപരമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. എന്തുകൊണ്ട് അങ്ങനെ പറയണേ നോക്കാം. വളരെ തന്ത്രപരമായിട്ട് അല്ലെ, വളരെ എന്താ പറയാ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യാം, പ്ലാനിങ് ചെയ്യാതെ ഇതിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് long-term strategies and goals for the hospital. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം സ്ട്രാറ്റജി അല്ലെ, നീണ്ട കാലത്ത് ഒരു സ്ട്രാറ്റജികളും ലക്ഷ്യങ്ങളും എന്താണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ എന്ത് കാര്യം പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് ഒരിക്കലും ഒരു ഷോർട്ട് ടേമിലോട്ടുള്ള ഒരു പ്ലാനിങ് അല്ല വേണ്ടത്. എപ്പോഴും എന്താണ് നമ്മൾ ഫോർവേഡ് ആയിട്ട് ഒത്തിരി ഒരുപാട് മുന്നോട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പ്ലാൻ ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്. ലോങ് ടേം സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, ലക്ഷ്യങ്ങളും കൃത്യമായിട്ട്. എന്നാൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിനെ നല്ല ഡെവലപ്പ് ചെയ്ത് നല്ലൊരു എന്താ പറയുക നിലവാരത്തിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ലോങ് ടേം സ്ട്രാറ്റജികളും കോഴ്സുകളും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി എന്തൊക്കെയാണ് ഈ സ്ട്രാറ്റജിക് പ്ലാനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ്, identifying areas for improvement and devising the plans to improve the hospital's service and operations. അപ്പൊ ഇതിനകത്ത് എന്തെല്ലാം വരുന്നത്? മാർക്കറ്റ്, അതായത് ഹോസ്പിറ്റലിന്റെ മാർക്കറ്റ് പൊസിഷൻ കൃത്യമായിട്ട് വിശകലനം ചെയ്യുക അല്ലെ. മാർക്കറ്റ് ട്രെൻഡ് വിശകലനം ചെയ്യുക. എന്താ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ട്രെൻഡ് വിശകലനം ചെയ്യാന്ന് വെച്ചാല് ആ ഒരു ഹോസ്പിറ്റലിന്റെ മാർക്കറ്റ് പൊസിഷൻ നമുക്കറിയാം പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ പറയുമ്പോൾ വെറും 1-2 ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയാണോ? അല്ല. ശരിക്കും പറഞ്ഞ ഒരു ചെറിയൊരു ലൊക്കാലിറ്റി എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു അല്ലെ.
മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എല്ലാം ശരിക്കും ശരിക്കും കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് എല്ലാ ഹോസ്പിറ്റലുകളും നിലനിൽക്കുന്നത്. നമുക്ക് തന്നെ കാണാം അല്ലെ, ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകൾ അടിക്കടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ മാർക്കറ്റ് പൊസിഷൻ എന്താണെന്ന് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്ത് കൃത്യമായിട്ട് അത് എക്സാമിൻ ചെയ്തത് മനസ്സിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ മാർക്കറ്റ് ട്രെൻഡുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ കോമ്പറ്റേറ്റേഴ്സ്, ഈ ഒരു ആശുപത്രി മാത്രമല്ലല്ലോ പ്രവർത്തിക്കുന്നത്, നിരവധി ആശുപത്രികൾ അതിന് ചുറ്റും അതിട്ട് ഉണ്ടാവും. അപ്പൊ കോമ്പറ്റേറ്റേഴ്സിനെയൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താണ്, പേഷ്യന്റിന്റെ നീഡ്സ് മനസ്സിലാക്കുക അല്ലെ. അതായത് ഈ പറയുന്ന രോഗികളുടെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്നതാണ് കൂടുതൽ ആ ഹോസ്പിറ്റലിന്റെ മാർക്കറ്റ് പൊസിഷൻ കിട്ടുള്ളൂ അല്ലെ. ആ ഒരു മാർക്കറ്റ് ട്രെൻഡ്സുകൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുക. പിന്നെന്താണ്, ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. നമ്മളിങ്ങനെ വിശകലനം ചെയ്ത് നമുക്ക് മനസ്സിലാവും ഏതെല്ലാം മേഖലകളിലാണ് ഇംപ്രൂവ്മെന്റ് വേണ്ടത്, ഏതെല്ലാം മേഖലകളിലാണ് ഇനി മെച്ചപ്പെടലുകൾ ആവശ്യമായിട്ടുള്ളത്. ആ ഏരിയകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെന്താണ്, ആൻഡ് ഡിവൈസിംഗ് ദ പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് ഓപ്പറേഷൻ. അതുവഴിയായിട്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും സേവനങ്ങളും നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ചെയ്തെടുക്കുക, നിർമ്മിച്ചെടുക്കുക. അതാണ് അവിടെ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? വളരെ തന്ത്രപരമായിട്ടാണ് അവിടെ പ്ലാനിങ്ങുകൾ നമ്മൾ ചെയ്യുന്നത്. അതിങ്ങനെ വാരി വെച്ചല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വളരെ എന്താ പറയാ പറയുന്ന വളരെ ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പേര് സ്ട്രാറ്റജിക് എന്ന് പറയാൻ കാരണം. തന്ത്രപരമായിട്ട് പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ട്രെൻഡുകൾ വിശകലനം ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുന്ന മേഖലകൾ തിരിച്ചറിയുക, അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഓപ്പറേഷൻസും സേവനങ്ങളും ഉയർത്താനുള്ള പ്ലാനുകൾ എന്താ പറയാ ഡിവൈസ് ചെയ്യാം, ഉണ്ടാക്കുക. അതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഫസ്റ്റ് പോയിന്റ് സ്ട്രാറ്റജിക് പ്ലാൻ. രണ്ടാമത്തതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ, ഒരു ഓർഗനൈസേഷൻ എന്തായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സാമ്പത്തിക ഭദ്രത അല്ലെ, ഇതില്ലാന്നുണ്ടെങ്കിൽ തന്നെ നിൽപ്പുണ്ടാവുമോ? ഹോസ്പിറ്റലിന് മാത്രമല്ല, എന്തായാലും ഒരു ഓർഗനൈസേഷൻ ആയാലും ഇതൊരു ബിസിനസ് ആയാലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിർവഹിക്കാറുള്ളത് അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ജസ്റ്റ് ഒന്ന് വായിക്കാം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽസ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ. ഈ സെയിം പോയിന്റ് നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിംഗ് അതുപോലെ ഫിനാൻഷ്യൽ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, they work keenly with the finance teams to monitor revenue, control expenses, distribute resources in an effective manner, and ensure the financial firmness of the organization. അവരെന്ത് ചെയ്യാണ്, ആ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള റവന്യൂ കൃത്യമായിട്ട് അവർ മോണിറ്റർ ചെയ്യും അല്ലെ. കൃത്യമായിട്ട് അവർക്ക് വരുന്ന ആ റവന്യൂ വരുമാനം എന്താണെന്നുള്ളത് മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ എക്സ്പെൻസസ് പരമാവധി ചെലവുകൾ അവർ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. പിന്നെ മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ റിസോഴ്സുകളും വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നു അല്ലെ. ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ നമുക്കറിയാം. റിസോഴ്സ് എന്ന് പറയുന്നത് എല്ലാം ആവാം. അവിടുത്തെ സ്റ്റാഫുകൾ അവിടുത്തെ റിസോഴ്സസ് ആണ്, എക്യുപ്മെന്റ്സുകൾ, ഇതെല്ലാം അവിടുത്തെ റിസോഴ്സ് ആണ്. അത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ദൃഢത ഉറപ്പുവരുത്തണം അല്ലെ. അതിനു വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യണം, ഫിനാൻസ് ടീമുമായിട്ട് വളരെ ശ്രദ്ധയോടെ സഹകരിച്ച് പ്രവർത്തിക്കണം. They work keenly with the finance teams to monitor revenue മോണിറ്റർ ചെയ്യാനും എക്സ്പെൻസ് കൺട്രോൾ ചെയ്തുകൊണ്ടും റിസോഴ്സുകളെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് ആ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്താനുള്ളത് അഡ്മിനിസ്ട്രേറ്ററുടെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. കീൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധയോടുകൂടി കേട്ടോ, വളരെ ശ്രദ്ധയാണ്, കീനായിട്ട് ഒബ്സർവ് ചെയ്യാന്നൊക്കെ പറയും. വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക കേട്ടോ, ശ്രദ്ധയോട് കൂടിയിട്ട് അവരോടൊപ്പം പ്രവർത്തിച്ചു. അടുത്ത പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ചാപ്റ്റർ കുറച്ച് ബോറടി ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ തിയറിയാണ്, പക്ഷെ അത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരുപാട് ഒരുപാട് അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. നോക്കാം, പോളിസി ഡെവലപ്മെന്റ് ആൻഡ്
ഇംപ്ലിമെന്റേഷൻ. അതായത് പോളിസികൾ കൃത്യമായിട്ട് നയങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ നടപ്പിലാക്കുക. എന്താണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്? ഒരു പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി, അത് എന്താണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ മാത്രമേ അവർ കൊടുക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെറ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി. ആ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പോളിസികൾ, അതുപോലെ തന്നെ പ്രൊസീജിയറുകൾ, നയങ്ങളും നടപടിക്രമങ്ങളെല്ലാം തന്നെ സെറ്റപ്പ് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? പോലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെ. ഓക്കെ, they ensure compliance with the legal and regulatory needs, encourage the patient safety and maintain ethical standards within the hospital. അവരെന്ത് ചെയ്യുന്നു? They ensure compliance with the legal and regulatory needs. അല്ലെ, ഈ പറയുന്ന ഹോസ്പിറ്റലിലെ എല്ലാ ലീഗൽ റെഗുലേറ്ററി ആവശ്യകതകളും പാലിക്കുന്നുണ്ടോ അല്ലെ? കൃത്യമായിട്ട് നമുക്കറിയാം, ഒരു ലീഗൽ റെഗുലേറ്ററി എന്താ പറയുക സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ, അത്തരം നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ. അപ്പൊ തീർച്ചയായിട്ടും ലീഗൽ റെഗുലേറ്ററി ആവശ്യകതകൾ അവർ പാലിക്കുന്നുണ്ടെന്നും എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി, അതിലൂടെ എന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റിയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. അതിലൂടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സുകൾ നിലനിർത്തുക അല്ലെ. അതിനാവശ്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയേഴ്സും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളതും ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്വമാണ്. തോന്നിയാണ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പോഴും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിട്ട് മാത്രമേ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ട പോളിസികളും പ്രൊസീജിയറുകളും ഡെവലപ്പ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ. അടുത്ത പോയിന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ 3 പോയിന്റ് ഏതൊക്കെയാ? സ്ട്രാറ്റജിക് പ്ലാനിങ്, രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മൂന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? എന്തായിരുന്നു? പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കണം. 4ാമത്തെ പോയിന്റ് ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ HR മാനേജ്മെന്റ്. അത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സിൽ പഠിച്ചിരുന്നു. 1-2 മൊഡ്യൂളൊക്കെ പഠിച്ചപ്പോൾ ഡിപ്പാർട്ട്മെന്റിന് അത് നമ്മൾ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. എന്താ അവർ ചെയ്യുന്നത്? യെസ്, ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ അവർ തെരഞ്ഞെടുക്കും അല്ലെ, ഹയർ ചെയ്ത് അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുന്നു അല്ലെ, അങ്ങനെയുള്ളതല്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസർ റിക്വയർമെന്റ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലെ. ഹോസ്പിറ്റലിൽ പറയുന്ന ജീവനക്കാരുടെ ആവശ്യകതകൾ കൃത്യമായി മനസ്സിലാക്കി അവരുടെ നിയമനം, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ ഇതെല്ലാം കൊടുക്കുക എന്നുള്ളതും അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, എങ്ങനെയാണ് അവരത് കൊടുക്കുന്നത്? They produce and maintain a positive work environment, implement the performance estimation systems, handle employee relations, and address staffing requirements to ensure adequate coverage and optimal staffing levels. എന്താണ് അവർ പറയുന്നത്? അവരെങ്ങനെയാ ഇങ്ങനെ ഒരു HR മാനേജ്മെന്റ് നിർവഹിക്കുന്നത്? ഏത് രീതിയിലാണ്? ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് അവർക്ക് കൊടുത്തിട്ട്, അവിടെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അല്ലെ, നല്ലൊരു തൊഴിൽ അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അത് മാത്രമല്ല, ഈ പറയുന്ന ജീവനക്കാരുടെ അവരുടെ പ്രകടന വിലയിരുത്തലുകൾ അല്ലെ, പ്രകടന വിലയിരുത്തൽ സംവിധാനങ്ങൾ നടപ്പിലാക്കുക. അവര് വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവരുടെ എന്താ പറയുക പെർഫോമൻസിനെ അവിടെ മോണിറ്റർ ചെയ്യണം അല്ലെ. എന്നിട്ട് പെർഫോമൻസ് കുറവുള്ള ആൾക്കാരെ അതിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം. അതുകൊണ്ടാണ് ഇംപ്ലിമെന്റ് പെർഫോമൻസ് എസ്റ്റിമേഷൻ സിസ്റ്റംസ് അല്ലെ, ഇവരുടെ ആ ഒരു പ്രവർത്തന സിസ്റ്റംസുകൾ പ്രകടന വിലയിരുത്തൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുക. അതോടൊപ്പം ഹാൻഡിൽ എംപ്ലോയി റിലേഷൻസ് അല്ലെ, ജീവനക്കാരുമായിട്ട് നല്ല റിലേഷൻസുകൾ കീപ്പ് ചെയ്യുക. അതോടൊപ്പം എന്താണ്? ആഡിക്വേറ്റ് കവറേജ് ആൻഡ് ഒപ്റ്റിമൽ സ്റ്റാഫിംഗ് ലെവൽ. ആ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫുകളുടെ ലെവലുകൾ ഒരു മിതമായിട്ട് സ്റ്റാഫുകളുടെ ലെവല് നിലനിർത്താനാണ്, അതിന് ഒരു കവറേജ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന തൊഴിലാളികളുടെ ജീവനക്കാരുടെ ആവശ്യകതകൾ കൃത്യമായിട്ട് അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കാൻ, അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിന് പരിഹാരം കാണും. ഇങ്ങനെയൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അവര് കൈകാര്യം ചെയ്യും. മനസ്സിലായോ പറഞ്ഞത്? ഇതൊക്കെയാണുള്ളത്. അതായത് അവർക്ക് നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ പ്രകടനങ്ങളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തുക, അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക ജീവനക്കാരായിട്ട്. അങ്ങനെ ആ രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഒപ്റ്റിമൽ സ്റ്റാഫിംഗ് ലെവൽ നിലനിർത്തുക, കവറേജ് ഉണ്ടാക്കിയെടുക്കുക അല്ലെ. അതിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക.
നമ്മള് പബ്ലിക് റിലേഷൻ പഠിച്ചിട്ട് നമ്മളൊരു പോയിന്റ് പറഞ്ഞല്ലോ, സ്റ്റാഫിന്റെ ടേൺ ഓവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അതായത് ചില എന്താ പറയുക സ്റ്റാഫുകള് അവിടുത്തെ തൊഴിൽ സാഹചര്യം നന്നല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, ജോലി മതിയാക്കി റിസൈൻ ചെയ്തൊക്കെ പോകും. അപ്പൊ എന്തുണ്ടാവും, തൊഴിലാളി ജീവനക്കാരെ അവിടെ ഒഴിഞ്ഞു പോക്ക് അല്ലെ, ജീവനക്കാരെ അവിടെ ഇല്ലാതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അവിടെ ഉണ്ടായിരിക്കും. അതും എങ്ങനെയാണ്, ബൈ എൻഷുറിംഗ് adequate coverage of human staffing. കേട്ടോ, ക്ലിയർ? ഓക്കെ. അടുത്ത പോയിന്റ് ഇതാണ്, ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. കേട്ടോ, ഇനി ഹോസ്പിറ്റലിലെ ഫെസിലിറ്റികൾ എക്യുപ്മെന്റുകളുടെ മാനേജ്മെന്റ് അതും ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് വായിക്കാം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ. അക്കൗണ്ടബിൾ മീൻസ് റെസ്പോൺസിബിൾ എന്നാണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ മെയിൻറ്റൈനിങ് ദ ഹോസ്പിറ്റൽസ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, എക്യുപ്മെന്റ് ആൻഡ് ടെക്നോളജി. അതുകൊണ്ടാണ് ആ പോയിന്റ് വന്നത് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലെ ഭൗതിക സാഹചര്യങ്ങൾ അല്ലെ, ഫിസിക്കൽ ഭൗതിക സാഹചര്യങ്ങൾ, അതുപോലെ എക്യുപ്മെന്റ്സുകൾ, അവിടെ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ, ടെക്നോളജീസ്, ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യാന്നുള്ളതും ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. അത് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. കാരണം എന്താണ്, ദേ സൂപ്പർവൈസ് മെയിൻ്റനൻസ്, അപ്ഗ്രേഡ്സ് ആൻഡ് റിനോവേഷൻസ് ടു എൻഷുർ എ സേഫ് ആൻഡ് എഫിഷ്യന്റ് എൻവയോൺമെന്റ് ഫോർ പേഷ്യൻസ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. അല്ലെ, അവിടെയുള്ള ഈ പറയുന്ന രോഗികളായിക്കോട്ടെ, ജീവനക്കാരായിക്കോട്ടെ, മറ്റ് സന്ദർശകരായിക്കോട്ടെ, അല്ലെ, അവർക്ക് വളരെ ഈ പറയുന്ന വളരെ സുരക്ഷിതമായിട്ടുള്ള, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവര്, ഈ പറയുന്ന മെയിൻ്റനൻസ് അല്ലെ, ഈ പറയുന്ന എക്യുപ്മെന്റ്സുകളുടെ ആയിക്കോട്ടെ, മറ്റു ഭൗതിക സാഹചര്യങ്ങളുടെ മെയിൻ്റനൻസ് ചെയ്യുന്നു, അത് അപ്ഗ്രേഡ് ചെയ്യുന്നു, ചില മേഖലകള് നവീകരിക്കാനാണെങ്കിൽ അത് അപ്ഗ്രഡേഷൻ ചെയ്യുന്നു, റിനോവേഷൻസ് ഒക്കെ ചെയ്യുന്നു അല്ലെ. അതിലൂടെ പേഷ്യൻസിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും വളരെ സുരക്ഷിതമായിട്ടുള്ള, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് അവര് ഒരുക്കി കൊടുക്കുന്നു. നല്ല ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കും? ഒരിക്കലും ഇല്ല. നമ്മൾ എപ്പോഴും എവിടെ പോകുമ്പോഴും അവിടുത്തെ ഫെസിലിറ്റീസ് നമ്മൾ പ്രധാനമായിട്ട് നോക്കും അല്ലെ. ആ ഒരു ഫെസിലിറ്റീസ് നല്ലതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി തന്നെ നമ്മുടെ പോകും അല്ലെ. അപ്പൊ ഈ രീതിയിൽ മെയിൻ്റനൻസ്, റിനോവേഷൻസ് എല്ലാം നടത്തിക്കൊണ്ട് നല്ലൊരു സേഫ് എഫിഷ്യന്റ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് കേട്ടോ ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 5 പോയിന്റുകൾ നമ്മളിപ്പോ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? സ്ട്രാറ്റജിക് പ്ലാനിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പിന്നെ പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകണം. നിങ്ങൾ ഇതെല്ലാം തന്നെ ചെയ്യേണ്ട, നിങ്ങൾ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ളവരാണ്. അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലിക്ക് കയറുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ് കേട്ടോ. അടുത്തതാണ് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി അതുപോലെ തന്നെ ഉറപ്പുവരുത്തുക. ഇതാണ് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ടു മേക്ക് ഷുവർ ദാറ്റ് high quality healthcare delivery and patient safety within the hospital. അല്ലെ, ഹോസ്പിറ്റലിനകത്ത് വെച്ച് തന്നെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ പരിചരണവും പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതും അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്ന കാര്യമാണ്. ഓക്കെ, they create and implement quality improvement initiatives, monitor patient outcomes and encourage adherence to evidence-based practices and clinical guidelines. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അവർ ഈ പറയുന്ന ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള സംരംഭങ്ങൾ അല്ലെ, അതെല്ലാം തന്നെ അവർ എന്ത് ചെയ്യും, മുന്നോട്ട് വയ്ക്കും. നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് ഒക്കെ പഠിച്ചപ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അല്ലെ. ഒരു ക്വാളിറ്റി ഉറപ്പാക്കണമെങ്കിൽ എന്തെല്ലാം കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഇനീഷ്യേറ്റീവ്സുകൾ അല്ലെ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളെല്ലാം അവർ തുടങ്ങും. അതുപോലെ തന്നെ മോണിറ്റർ പേഷ്യന്റ് ഔട്ട്കംസ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എടുത്താൽ മാത്രം പോരല്ലോ, പേഷ്യന്റിന് അതിൽ നിന്നും എത്രത്തോളം ഔട്ട്കംസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. ആൻഡ് എൻകറേജ് അഡ്ഹിയറൻസ് ടു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് ആൻഡ് ക്ലിനിക്കൽ ഗൈഡൻസ്. കൃത്യമായിട്ടും എന്താണ് ഹോസ്പിറ്റലിലെ ഈ പറയുന്ന എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് അതുപോലെ ക്ലിനിക്കൽ ഗൈഡ് ലൈൻസുകളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തും. നമുക്കറിയാം,
ഒരു അഷ്വറൻസ്, ഒരു അക്രഡിറ്റേഷൻ ഒക്കെ ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള എന്താണ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡുകളൊക്കെ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുള്ളൂ, അവിടെ ഒരു അഷ്വറൻസ്, ക്വാളിറ്റി അഷ്വർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എൻകറേജ് അഡ്ഹറൻസ് ടു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് ആൻഡ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ്. ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് മാത്രം ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ പറയുന്ന അഷ്വറൻസ് എൻഷുർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സുകളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഉറപ്പാക്കിക്കൊണ്ടാണ് ഇവർ ഈ പറയുന്ന ക്വാളിറ്റി അഷ്വറൻസ് എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നതിലൂടെ പേഷ്യന്റ് സേഫ്റ്റിക്കും അവര് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു റെസ്പോൺസിബിലിറ്റി. അടുത്തതാണ് കമ്മ്യൂണിറ്റി റിലേഷൻസ് അല്ലെ. അടുത്ത പോയിന്റ് എന്താണ്? കമ്മ്യൂണിറ്റി റിലേഷൻസ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കും അല്ലെ. അവരുമായിട്ട് ഒരു നല്ല ബന്ധം കീപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്ലേ an important role in maintaining a positive relationship with the community. അല്ലെ, കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ആർക്ക് പങ്കുണ്ട്? ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ റോള് വരുന്നുണ്ട് അല്ലെ. They engage in community outreach programs, cooperate with the local organizations, and assist the hospital service to meet the healthcare requirements of the community in an effective manner. അവര് ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസുകൾ അതിലെല്ലാം അവര് എന്ത് ചെയ്യുന്നു? പങ്കെടുക്കുന്നു. കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അല്ലെ, ഹോസ്പിറ്റലിന്റെ സേവനങ്ങള് പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള സേവനം. ഇപ്പൊ സൗജന്യ നേത്രരോഗ ക്യാമ്പുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ രോഗ എന്താ പറയാ രോഗനിർണയം, അതുപോലെ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് ആയിട്ടുള്ള ഒത്തിരിയേറെ പ്രോഗ്രാംസുകള് ഹോസ്പിറ്റലിൽ ബേസ് ചെയ്തിട്ട് നടത്താറുണ്ട്. ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാംസുകള്, പിന്നെ എക്സർസൈസ് പ്രോഗ്രാമുകൾ, അതൊക്കെ ഓരോ ഹോസ്പിറ്റലിൽ ബേസ് ചെയ്തിട്ട് നടത്തുന്ന കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസുകൾ അല്ലെ. കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പ്രവർത്തിക്കാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ അത് ഏർപ്പെടുന്നത് പോലെ കോപ്പറേറ്റ് വിത്ത് ലോക്കൽ ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇത്തരം പരിപാടികളുമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല ലോക്കൽ ഓർഗനൈസേഷന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അങ്ങനെയുള്ള പല ലോക്കൽ ഓർഗനൈസേഷനുമായിട്ട് നമുക്ക് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും അല്ലെ. ആൻഡ് അസിസ്റ്റ് ദ ഹോസ്പിറ്റൽ സർവീസ് ടു മീറ്റ് ദ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ. അതുപോലെ തന്നെ എന്താണ്, കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ആ ഒരു ആരോഗ്യ സുരക്ഷാ ആവശ്യകതകളെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നടത്തുന്നതിനായിട്ട് ഹോസ്പിറ്റലിനെ സഹായിക്കുക, ഹോസ്പിറ്റലിനെ അസിസ്റ്റ് ചെയ്യുക, പിന്തുണയ്ക്കുക. ഈ ഒരു രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി റിലേഷൻസ് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി റിലേഷൻസിനെ അത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണല്ലോ കമ്മ്യൂണിറ്റി റിലേഷൻസ്. അടുത്ത പോയിന്റ് ആണ് റിസ്ക് മാനേജ്മെന്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, റിസ്ക് മാനേജ്മെന്റ് എന്താണ്? അഡ്മിനിസ്ട്രേഷൻസ് ഇവാലുവേറ്റ് ആൻഡ് മാനേജ് റിസ്ക് കണക്റ്റഡ് വിത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്. ഈ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പല റിസ്കുകളും പലതരത്തിലുള്ളതാവാം. ഹോസ്പിറ്റലിനകത്ത് നടക്കുന്നതാവാം, പബ്ലിക്കിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ എന്ത് വേണമെങ്കിലായിരിക്കും. അത്തരം എന്താ പറയാ റിസ്കുകളെല്ലാം തന്നെ മാനേജ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. They execute the protocols and policies to minimize the potential risk. സാധ്യതയുള്ള ചില അപകടങ്ങള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമൈസ് ചെയ്യുന്നതിനുള്ള പോളിസികളും പ്രോട്ടോകോൾസും നടപ്പിലാക്കണം. അതിപ്പോ പല പ്രോബ്ലംസ് വരും. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ എടുക്കുകയാണെങ്കിൽ അവിടെ പല ഡിപ്പാർട്ട്മെന്റുകളിലും പല പ്രശ്നങ്ങൾ വരും. നമ്മൾ ലാബ് വരുമ്പോൾ ലബോറട്ടറി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ സാധ്യതയുള്ള ചില റിസ്കുകളുണ്ട്. അത് മാനേജ് ചെയ്യാനുള്ള ചില പ്രോട്ടോകോൾസ് പോളിസികൾ അവിടെ നടപ്പിലാക്കും. അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടും ഉണ്ടായിരിക്കും. സാധ്യതയുള്ള എല്ലാ പൊട്ടൻഷ്യൽ റിസ്കുകളും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസ് പോളിസികളും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. സൂപ്പർവൈസ് പേഷ്യന്റ് ആൻഡ് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ്, അതുപോലെ തന്നെ രോഗിയുടെ സുരക്ഷിതത്വം, അവരുടെ ആ ഒരു സേഫ്റ്റി മെഷേഴ്സിന് കൃത്യമായിട്ട് നേതൃത്വം വഹിക്കാം. ആൻഡ് ഹാൻഡിൽ ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ. അത് മാത്രമല്ല ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ലീഗൽ ഇൻഷുറൻസ് മാറ്റേഴ്സുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലീഗൽ ഇൻഷുറൻസ് മാറ്റേഴ്സുകളൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റി? ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി. അതാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനകത്ത് പറയുന്നത്. ഓക്കെ, administrations evaluate and manage risk connected with the hospital operations,
execute protocols and policies to minimize potential risk, supervise patient and employee safety measures, and handle legal and insurance matters associated with the hospital. Clear? അടുത്ത പോയിന്റ് ആണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്. ഇൻഫർമേഷൻ മാനേജ്മെന്റ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസർ the implementation and maintenance of health information systems and electronic medical records. പഠിച്ചിട്ടുണ്ട് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? HIS പഠിച്ചിട്ടുണ്ട് കേട്ടോ. HIS പഠിച്ചിട്ടുണ്ട്, നമ്മൾ ലബോറട്ടറി സർവീസിൽ പഠിച്ചിട്ടുണ്ട്. അല്ലാണ്ടൊക്കെ നമ്മൾ ഈ വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസുകൾ, അതുപോലെ തന്നെ രോഗികളുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ എല്ലാം ഇലക്ട്രോണിക് ആണ്, എന്നിട്ടെല്ലാം സിസ്റ്റത്തിലാണ് റെക്കോർഡ്സുകളെല്ലാം തന്നെ കീപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ മെയിൻ്റനൻസും ഇംപ്ലിമെന്റേഷൻസും ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാക്കുന്നുണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ. അതാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് നമുക്കറിയാം അല്ലെ. അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. അത് വന്നിട്ട് രോഗിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ, അവർക്ക് കൊടുക്കുന്ന അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ, അവർക്ക് കൊടുക്കുന്ന എന്തിനു പറയുന്ന മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻസ്, അതുവരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന അത്തരം ഡാറ്റകൾ അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുകയും മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഇത് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതും അതുപോലെ തന്നെ രോഗികളുടെ ഇലക്ട്രോണിക് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് അവിടെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അത് ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. They guarantee the confidentiality and security of the patient information while facilitating efficient data management and reporting. അപ്പോ രോഗികൾക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രോഗികളുടെ ഡാറ്റകൾ മാനേജ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ എന്ത് കാര്യം കൂടെ ഉറപ്പുവരുത്തും? രോഗികളുടെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെ, അവരുടെ സ്വകാര്യതയ്ക്ക് ഗ്യാരണ്ടി കൊടുത്തുകൊണ്ട് അല്ലെ, അവരുടെ സ്വകാര്യത അല്ലെങ്കിൽ അവരുടെ ആ ഒരു സേഫ്റ്റി സെക്യൂരിറ്റി അത് ഉറപ്പാക്കിക്കൊണ്ടാണ് അവർ എത്തിച്ചെയ്യുന്നത് ഈ പറയുന്ന മാനേജ്മെന്റ് ഇൻഫർമേഷൻ മാനേജ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഓരോ രോഗിയുടെ പ്രൈവസി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മൾ പഠിച്ചതാണ് പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് അല്ലെ. പേഷ്യന്റിന്റെ അവകാശമാണ് അവരുടെ സ്വകാര്യത എന്ത് ചെയ്യാ, സൂക്ഷിക്കാന്നുള്ളത്. അപ്പൊ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി, സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് അവരെ നല്ല രീതിയിൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളതും ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്? കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സഹകരിക്കുക അല്ലെ, എല്ലാവരുമായിട്ട് സഹകരിക്കുക. അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് collaboratively with the physicians, nurses and other healthcare professionals to ensure a coordinated and efficient delivery of care. രോഗികൾക്ക് വളരെ നല്ല രീതിയിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെ, വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഡോക്ടേഴ്സ് അല്ലെ, ഫിസിഷ്യൻസ്, നഴ്സുമാര്, അതുപോലെ മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുമായിട്ട് അവര് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം അല്ലെ. ഓക്കെ, അതാണ് കൊളാബറേഷൻ ഉദ്ദേശിക്കുന്നത്. They give leadership, support, guidance to staff members, promoting positive and collaborative work culture അല്ലെ. അവർ ലീഡർഷിപ്പ് കൊടുക്കുന്നു അല്ലെ, നേതൃത്വം വഹിക്കുന്നു, അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നു, സ്റ്റാഫ് മെമ്പേഴ്സിന് വേണ്ട ഗൈഡൻസ്, മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് വളരെ സംഘടനാത്മകമായിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ അവര് അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. 10 കാര്യങ്ങൾ നമുക്ക് അവിടെ പോയിന്റ് പഠിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പിന്നെ ഇതൊക്കെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, കമ്മ്യൂണിറ്റി റിലേഷൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ്, കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഇത്രയും കാര്യങ്ങൾ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ലാസ്റ്റത്തെ പോയിന്റ് അല്ല, ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. These responsibilities may differ depending on the size and type of the hospital, but overall, hospital administrators play a vital role in managing and enhancing the healthcare facilities operation and services. ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി എല്ലാം തന്നെ ഉണ്ടെങ്കിലും അത് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിന്റെ സൈസ്, അതിന്റെ തരത്തിനനുസരിച്ച് മാറ്റം വരും. അതൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ
അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അല്ലെ. അതായത് ചില വലിയ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഒന്നിലധികം എന്താ പറയാ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടാവും. അതേസമയം ഒരു ചെറിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ആവശ്യം മാത്രമേ ഉണ്ടാവും. അപ്പൊ തന്നെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റർമാരുടെ വർക്ക് എന്ന് പറയുന്നത് അതൊരു ഹോസ്പിറ്റലിന്റെ കോംപ്ലക്സിറ്റി, അതിന്റെ സൈസ്, അതിന്റെ തരത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ പറഞ്ഞതെല്ലാം കോമൺ ആയിട്ട് നിൽക്കുന്നവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് മാത്രമല്ല ഒരു ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസും അവരുടെ സേവനങ്ങളും നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും അഡ്മിനിസ്ട്രേറ്ററുകൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതല്ല, മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്തത് ആദിവാസിയുടെ ക്ലാസ് ആണ്. ശരി എന്നാ. പിന്നെ ജോബ് സാറായിരിക്കും ഇപ്പൊ നാളെ തൊട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എടുക്കാനായിട്ട് ജോബ് സാറ് തന്നെയായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവാം കേട്ടോ. ഓക്കെ, നാളെ തൊട്ട് സാറിന്റെ ക്ലാസ് വീണ്ടും കിട്ടും. അതും പറയാണ്. അപ്പൊ ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു.